ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപായി ബി.ജെ.പി. എംപിമാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്ന് അവസാനിക്കും. വികസിത ഭാരതം, എംപിമാരുടെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ശില്പശാല. GST പരിഷ്കരണം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എംപിമാർ അഭിനന്ദിച്ചു. ശില്പശാലയിൽ പ്രധാനമന്ത്രി മറ്റ് നേതാക്കൾക്കൊപ്പം അവസാന നിരയിലിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു. BJP എംപിമാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്നലെയും ഇന്നുമായാണ് ശില്പശാല നടക്കുന്നത്. അതിൽ ഒന്ന് വികസിത ഭാരതം, കൂടാതെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകളാണ് ശില്പശാലയിൽ നടക്കുന്നത്. അതോടൊപ്പം വിവിധ വിഷയങ്ങൾ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പങ്കെടുക്കണം, അതിൻ്റെ ചട്ടങ്ങൾ, ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ, ഇവയെല്ലാമാണ് ശില്പശാലയിൽ നടക്കുന്നത്. ഒപ്പം ഈ ശില്പശാലയുടെ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് ശില്പശാല സമാപിക്കുമ്പോൾ ആ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിമാർക്ക് മാർഗനിർദ്ദേശം നൽകും. പ്രധാനമന്ത്രിയുടെ വാക്കുകളോടുകൂടിയായിരിക്കും 2 ദിവസത്തെ ശില്പശാല അവസാനിക്കുക. മുഴുവൻ BJP എംപിമാരോടും ഇന്നലെയും ഇന്നും നാളെയുമായി ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ BJP നിർദ്ദേശം നൽകിയിരുന്നു. അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ഇന്നലെയും ഇന്നുമായി ഒരു 2 ദിവസത്തെ ശില്പശാല BJP സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ GST പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ട് നികുതി ഭാരം കുറയ്ക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശില്പശാലയിൽ എംപിമാർ അഭിനന്ദിച്ചു. അത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടന്നു. ഒപ്പം GST പരിഷ്കരണം സമൂഹത്തിൽ നടപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ താഴെത്തട്ടിലേക്കും വിപണിയിലും GST പരിഷ്കരണം പൂർണ്ണ രീതിയിൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്ന് നേരിട്ട് ഉറപ്പാക്കണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതിന് മുതിർന്ന എംപിമാരാണ് മേൽനോട്ടം വഹിക്കുക. ഈ ദീപാവലി വിപണിക്ക് മുൻപായി തന്നെ GST പരിഷ്കരണം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുത്തുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെത്തട്ടിലേക്ക് പോലും സാധാരണക്കാർക്കും ആ നികുതി ഇളവിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കും എന്നാണ് BJP വ്യക്തമാക്കിയത്. അതിന് വിപുലമായ കാര്യപരിപാടി BJP തയ്യാറാക്കിയിട്ടുണ്ട്. മുതിർന്ന എംപിമാർ അതിനെ മേൽനോട്ടം വഹിക്കും. 2 ദിവസത്തെ ശില്പശാലയിൽ ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് നേതാക്കളോടൊപ്പം ഏറ്റവും അവസാനത്തെ നിരയിലിരിക്കുന്ന ചിത്രങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതായത് ജനങ്ങളുടെ പാർട്ടി, സാധാരണക്കാരുടെ പാർട്ടി എങ്ങനെയായിരിക്കും എന്ന തലക്കെട്ടോടുകൂടിയും BJP നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ആ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനാവാത്ത രീതിയിൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ഒരു പരിപാടിയിൽ ഏറ്റവും അവസാനത്തെ നിരയിൽ ഏറ്റവും അവസാനത്തെയാളായി ഇരിക്കുന്നു എന്നുള്ളത് അത് സാധാരണക്കാരുടെ പാർട്ടി, അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തകനും ഏത് രീതിയിലേക്ക് എത്താൻ സാധിക്കുന്ന, ഏത് സ്ഥാനത്തും എത്താൻ സാധിക്കുന്ന പാർട്ടിയാണ് BJP എന്ന തലക്കെട്ടോടുകൂടിയും ദേശീയ തലത്തിൽ എല്ലാ നേതാക്കളും തെരഞ്ഞെടുപ്പിന് മുൻപായി BJP എംപിമാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്ന് അവസാനിക്കുകയാണ്. വികസിത ഭാരതം, എംപിമാരുടെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ശില്പശാല. ഒപ്പം തന്നെ GST പരിഷ്കരണം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എംപിമാർ അഭിനന്ദിച്ചിരുന്നു. പ്രധാനമന്ത്രി മറ്റ് നേതാക്കൾക്കൊപ്പം അവസാന നിരയിലിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായാലും ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.